ഹായ് ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഈസി കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, സേഫാണെന്ന് വിശ്വസിക്കുന്നു. നോമ്പൊക്കെ ഉഷാറായിട്ട് പോകുന്നില്ലേ? ക്ഷീണമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വിഭവങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ സ്നാക്സൊക്കെ കഴിച്ചിട്ട് നന്നായി നോമ്പ് തുറക്കുന്നുണ്ടെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി സ്നാക്കായിട്ടാണ് നമ്മൾ വരുന്നത്. അത് ബ്രെഡ് റോളാണ്. ബ്രെഡ് കൊണ്ടുണ്ടാക്കുന്ന ഒരു സിമ്പിൾ ഐറ്റം, എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കുന്നതിന് മുമ്പ്, ഇന്ന് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി മറക്കാതെ ചെയ്യണം. ചാനൽ ഇന്ന് വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക, ശേഷം ഓളൊന്ന് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഈ നോമ്പിന് മൊത്തം നിങ്ങൾക്ക് അടിപൊളി സ്നാക്ക് വെറൈറ്റി, ഓരോ ദിവസവും പുതിയ തരത്തിലുള്ള വെറൈറ്റി വീഡിയോസുമായി വരുമ്പോൾ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് റോൾ കണ്ടു നോക്കിയാലോ. നമ്മുടെ സ്പെഷ്യൽ ബ്രെഡ് റോളിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് പറഞ്ഞു തരാം, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും. ഒരു ഉരുളക്കിഴങ്ങ് ചെറുത്, അതുപോലെ ഒരു ക്യാരറ്റ് ചെറുത് ഉപ്പിട്ട് വേവിച്ചതാണ്. അത് രണ്ടും ചെറുതായി കട്ട് ചെയ്തിട്ട് ഉപ്പിട്ട് വേവിച്ചത്. അതുപോലെ ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്, 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില ആവശ്യത്തിന്, വേപ്പില ആവശ്യത്തിന്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 9 സ്ലൈസ് ബ്രെഡാണ്. പിന്നെ ഒരു മുട്ട, അത് നമ്മൾ ജസ്റ്റ് പുഴുങ്ങിയിട്ട് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഓയിൽ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരമസാലപ്പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ നമ്മുടെ സ്പെഷ്യൽ ബ്രെഡ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബ്രെഡ് റോളിന് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് ചൂടായി വരുമ്പോൾ 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. അങ്ങനെ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവോള ആഡ് ചെയ്യാം. സവോള ആഡ് ചെയ്ത് അതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം അതിലോട്ട് വേപ്പില ആഡ് ചെയ്യാം. വേപ്പില ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതിലോട്ട് നമ്മൾ ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടിയിട്ട് വേവിച്ച് വെച്ചതുണ്ടല്ലോ, അത് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ അതൊന്ന് ആയി വരുന്ന സമയത്ത്, അതിൻ്റെ പച്ചമണൊക്കെ പോയി ആയി വരുന്ന സമയത്ത് അതിലോട്ട് കോഴിമുട്ട ക്രഷ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്യാം. അങ്ങനെ കോഴിമുട്ട ക്രഷ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുത്ത് അതൊന്നായി വരുന്ന സമയത്ത്, എല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല, ഇത് എല്ലാം ആഡ് ചെയ്ത് നന്നായി ഇളക്കാം. അങ്ങനെ എല്ലാം ഇളക്കി നന്നായി മിക്സായി അതിൻ്റെ പച്ചമണൊക്കെ പോയി നന്നായി മിക്സ് ആകുന്ന സമയത്ത് അതിലോട്ട് മല്ലിയില ആഡ് ചെയ്യാം. മല്ലിയില ആഡ് ചെയ്ത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് നന്നായി ആയി വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് അതൊന്ന് മാറ്റി വെക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡ് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഒരു പിക്ചറായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. 4 സൈഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കട്ട് ചെയ്ത 4 സൈഡ് നമുക്ക് ഒരു മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് ക്രംസ് കിട്ടും. മിക്സിയിലിട്ട് അടിക്കണം എന്നില്ല, നമ്മളൊന്ന് പൊടിച്ചെടുത്താലും ബ്രെഡ് ക്രംസ് കിട്ടും. അപ്പോൾ ഞാനിവിടെ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് കിട്ടും. ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ 4 സൈഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അതൊന്ന് വെള്ളത്തിൽ മുക്കുക. വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വെള്ളം നന്നായി പ്രസ് ചെയ്ത് കളഞ്ഞിട്ട് അതിലോട്ട് നമ്മളെ ഫില്ലിംഗ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഫില്ലിംഗ് അതിലോട്ട് സെൻറ്ററിലോട്ട് ആഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് റോൾ ചെയ്യുക. അതിങ്ങനെ മടക്കുക, റോൾ ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ കോഴിമുട്ട അടിച്ച് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോഴിമുട്ട വെള്ളത്തിലോട്ട് ഇത് മുക്കുക. എല്ലാ സൈഡും മുക്കി എടുത്തിട്ട് അത് പിന്നെ ബ്രെഡ് ക്രംസിലോട്ട് മുക്കുക. നോർമൽ പ്രോസസ്സ് നമ്മൾ എല്ലാ റോളും ഉണ്ടാക്കുന്ന പോലെ തന്നെ കോഴിമുട്ടയിൽ മുക്കുക, പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കുക. ശേഷം നമ്മൾ ഇത് എല്ലാതും ഇതേപോലെ ചെയ്യുക. എല്ലാ റോളുകളും, എത്ര റോളാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, എത്ര ബ്രെഡാണോ ആവശ്യമുള്ളത്, ഞാൻ 9 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് ബ്രെഡ് ആവശ്യമുള്ളത്, വീട്ടിൽ എത്ര പേരുണ്ട് അതിനനുസരിച്ച് ചെയ്തിട്ട് അത് ഒരു ചീഞ്ചട്ടി എടുത്തിട്ട് അതിലോട്ട് അത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ റോൾ അതിലോട്ട് ഇട്ടിട്ട് ഒരു മീഡിയം ലെവലിൽ അത് പൊരിച്ചെടുക്കുക, ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബ്രെഡ് റോൾ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് നോമ്പിന് വളരെ ഒരു 5 മണി 6 മണിയാകുമ്പോൾ തന്നെ തുടങ്ങിയാൽ തന്നെ അവസാനിക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് ഒരു 5-10 ഉണ്ടാക്കിയ വീട്ടിൽ ഉഷാറായിട്ട് എല്ലാവരുടെയും വയറ് നിറയും ചെയ്യും. അപ്പോൾ എല്ലാവരും നാളെ തന്നെ നോമ്പിന് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റികളുമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക, ശേഷം ഓളെന്ന് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.